അഡ്വക്കേറ്റ് തൗഫീഖ് രാജൻ, താങ്കൾ നേരത്തെ സൂചിപ്പിക്കുകയുണ്ടായി കാലടി സംസ്കൃത സർവകലാശാല ഇന്ന് നേരിടുന്ന പ്രതിസന്ധികളും പോരായ്മകളുമൊക്കെ. അതിനെതിരെ KSU ചില സമരങ്ങൾ അല്ലെങ്കിൽ ആവശ്യങ്ങളുമൊക്കെയായി മുന്നോട്ട് പോകുന്നുണ്ട്. അവിടെയുള്ള ഹോസ്റ്റൽ സൗകര്യം വർദ്ധിപ്പിക്കുക, അല്ലെങ്കിൽ ഇപ്പോൾ നിലവിലുള്ള അരാജകത്വം അവസാനിപ്പിക്കുക എന്നുള്ളതുമായി ബന്ധപ്പെട്ട് സ്വാഭാവികമായും ഒരു വിദ്യാർത്ഥി സംഘടന പ്രതികരിക്കേണ്ടതായ രീതിയിൽ തന്നെയാണ് അവിടെ KSU പ്രതികരിക്കുന്നത്. അതുമാത്രമല്ല, ആവശ്യങ്ങൾ വേണം എന്ന് പറഞ്ഞുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത്. എന്തുകൊണ്ടാണ് നിങ്ങളുടെ ഇത്തരം ആവശ്യങ്ങളോടൊപ്പം SFI നിൽക്കാത്തത്? കാരണം ഹോസ്റ്റൽ സൗകര്യങ്ങൾ കൂടുതൽ വർദ്ധിപ്പിക്കുകയും അവിടുത്തെ ആവശ്യങ്ങളെല്ലാം വിദ്യാർത്ഥികൾക്ക് അനുകൂലമാകുന്ന തരത്തിലേക്ക് വളർത്തുകയും ചെയ്യേണ്ടത് SFIയുടെ കൂടി കടമയല്ലേ? അപ്പോൾ ആ വിദ്യാർത്ഥി പ്രസ്ഥാനം മാത്രം എങ്ങനെ ഇതിൽ നിന്ന് വ്യത്യസ്തമായി നിലകൊള്ളുന്നു എന്നുള്ളത് അവിടെയുള്ള മറ്റ് വിദ്യാർത്ഥികൾ ചിന്തിക്കുന്നില്ലേ എന്നുള്ളതാണ് നമ്മളെ അതിശയിപ്പിക്കുന്നൊരു ചോദ്യം. കാരണം KSU ഒരു ഭാഗത്ത് വിദ്യാർത്ഥികൾക്ക് വേണ്ടി പൊരുതുമ്പോൾ മറ്റുള്ള വിദ്യാർത്ഥികൾ അല്ലെങ്കിൽ SFI അടക്കമുള്ള വിദ്യാർത്ഥി സംഘടനകൾ ഇതിൽ നിന്ന് മാറി നിൽക്കുന്നത് എന്തുകൊണ്ട് എന്നുള്ളൊരു ചോദ്യം സ്വാഭാവികമായും ആ ക്യാമ്പസിനുള്ളിൽ ഉയരുകയില്ലേ? ഇവിടെ ഇതിനു മുമ്പായി ഞാൻ ഈ വിഷയം പരിശോധിച്ചപ്പോ SFI സംസ്ഥാന പ്രസിഡന്റ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നടത്തിയ ഒരു പ്രതികരണം എന്റെ ശ്രദ്ധയിൽപ്പെട്ടു. തീർത്തും അപഹാസ്യം എന്ന് മാത്രമേ ആ പ്രതികരണത്തോട് ഈ ഘട്ടത്തിൽ പ്രതികരിക്കാനാവൂ. എന്തെന്ന് ചോദിച്ചാൽ, മാധ്യമങ്ങൾക്ക് മുന്നിൽ വലിയ രീതിയിൽ വാചാലനാകുന്ന SFI സംസ്ഥാന പ്രസിഡന്റ് ഈ വിഷയത്തിനകത്ത് ഒരു ഇരട്ടത്താപ്പ് നയമാണ് സ്വീകരിച്ചത് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ഞാൻ മുൻപ് സൂചിപ്പിച്ചു രോഹിണിയോട്, ഇവിടെ നായകനും വില്ലനും ഒക്കെ ഒരേ ഘട്ടത്തിൽ നിന്ന് ഒരേ വിഭാഗത്തിൽ നിന്ന് വരുന്ന ആളുകളാണ്. ആ നായകനും വില്ലനും ഒക്കെ ഒരേ വിഭാഗത്തിൽ നിന്ന് വരുമ്പോ ഇവർ പറയുന്ന നിലപാടിന് എത്രത്തോളം ആത്മാർത്ഥതയുണ്ട്, ഇവർ എത്രത്തോളം ആത്മാർത്ഥതയോടെയാണ് വിദ്യാർത്ഥികളുടെ പ്രശ്നങ്ങൾ ഇടപെടുന്നത് എന്നത് സംശയാതീതമായി ഇപ്പൊ പൊതുസമൂഹത്തിന് മനസ്സിലായിക്കൊണ്ടിരിക്കുകയാണ്. ഇവർ പറയുന്നതും പ്രവർത്തിക്കുന്നതും തമ്മിൽ യാതൊരു വിധത്തിലുമുള്ള ബന്ധമില്ല എന്നുള്ള കാര്യത്തിൽ നമുക്ക് നിസ്സംശയം പറയാൻ കഴിയുന്ന ഒരു സാഹചര്യം നിലവിലുണ്ട്. ഈ ഘട്ടത്തിൽ SFI എല്ലാ കാലത്തും ഒരുപക്ഷെ ലഹരി മാഫിയയ്ക്ക് കൂടെ പിടിക്കാൻ, SFI ലഹരി മാഫിയയുടെ വക്താക്കളാകാൻ, അവർക്ക് വേണ്ടി എല്ലാ കാലത്തും നിലപാട് സ്വീകരിക്കാൻ മുന്നോട്ട് വന്നിട്ടുള്ള വിദ്യാർത്ഥി പ്രസ്ഥാനമാണെന്ന് പറയാതെ വയ്യ. ഇവിടെ എനിക്ക് മുമ്പ് പ്രതികരിച്ച ശ്രീ ഹരിദാസ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഇവിടെ പൂക്കോട് വെറ്റിനറി സർവകലാശാലയിൽ സിദ്ധാർത്ഥ് മരണപ്പെടാനുണ്ടായ സാഹചര്യം വളരെ ദയനീയമാണ്. ആ സിദ്ധാർത്ഥിനെ ആൾക്കൂട്ട വിചാരണയ്ക്ക് ഇടയാക്കി ആ സിദ്ധാർത്ഥിനെ കൊലപ്പെടുത്തുമ്പോ ആ സിദ്ധാർത്ഥിന്റെ മരണത്തിന് പിന്നിലുള്ള ആളുകൾ SFIക്കാരാണെന്ന് സിദ്ധാർത്ഥിന്റെ മാതാപിതാക്കൾക്കും ആ സർവകലാശാലയിലെ വിദ്യാർത്ഥികൾക്കും വളരെ കൃത്യമായി അറിയാം എന്നുള്ള കാര്യത്തിൽ യാതൊരു വിധത്തിലുമുള്ള സംശയമില്ല. അവിടെ നിന്ന് ഇങ്ങോട്ട് കോട്ടയം നഴ്സിംഗ് കോളേജിലെ റാഗിംഗ് നമ്മൾ ആരും മറന്നുപോയിട്ടില്ല. കേരള മനസാക്ഷിയെ ഞെട്ടിക്കുന്ന തരത്തിൽ, അക്ഷര നഗരിയെ അപമാനിക്കുന്ന തരത്തിൽ, വളരെ ദാരുണമായ തരത്തിൽ ക്രൂരമായാണ് അവിടെ ഒരു വിദ്യാർത്ഥിയെ റാഗിങ്ങിന് വിധേയമാക്കുന്ന, ജൂനിയർ വിദ്യാർത്ഥികളെ റാഗിങ്ങിന് വിധേയരാക്കുന്ന SFI പ്രവർത്തകരെ നമുക്ക് കാണാൻ സാധിച്ചത്. അവിടെ നിന്നിങ്ങോട്ട് ഇവിടെ നമുക്കറിയാം, കഴിഞ്ഞ ദിവസങ്ങളിലുടനീളം ഗവർണർ പോര് കേരളത്തിലുടനീളം നടന്നുകൊണ്ടിരിക്കുകയാണ്. KSU ആവർത്തിച്ച് വ്യക്തമാക്കുന്നത് ഈ ഘട്ടത്തിലാണ്, ഉന്നത വിദ്യാഭ്യാസ മേഖലയെ നിങ്ങൾ തകർക്കരുത്, നിങ്ങൾ ഗവർണർ പോര് നടത്തി ഇവിടെ യഥാർത്ഥ വിഷയങ്ങളിൽ നിന്ന് വഴിതിരിച്ചു വിടാനുള്ള ഒരു സമീപനം സ്വീകരിക്കരുത്. ഉന്നത വിദ്യാഭ്യാസ മേഖല സമാനതകളില്ലാത്ത തരത്തിലുള്ള പ്രതിസന്ധി നേരിട്ടുകൊണ്ട് മുന്നോട്ട് പോവുകയാണ്. 13-ൽ 12 സർവകലാശാലകളിലും സ്ഥിരം VC-മാരില്ല. 66 ഗവൺമെന്റ് കോളേജുകളിൽ 65 ഗവൺമെന്റ് കോളേജുകളിലും പ്രിൻസിപ്പാൾമാരില്ലാത്ത ഒരു സാഹചര്യം, കോളേജിന്റെ പ്രിൻസിപ്പാൾമാരില്ലാത്ത ഒരു സാഹചര്യം നിലവിലുണ്ട്. അതിനോടൊപ്പം തന്നെ മുൻപെങ്ങും കാണാത്ത തരത്തിൽ ആയിരക്കണക്കിന് വിദ്യാർത്ഥികളെ പ്രതിസന്ധിയിലാക്കി സമീപകാലത്തെങ്ങും ഒരു സർട്ടിഫിക്കറ്റിൽ ഒപ്പിടാൻ കഴിയാത്ത വിധത്തിൽ ഒരു വലിയ ഭരണ പ്രതിസന്ധി ഉണ്ടാക്കി കേരള സർവകലാശാലയെ ഇത്തരത്തിൽ ഒരു പോരിലേക്ക് നയിച്ചതിനെ പറ്റി ഇവർക്ക് നോ കമന്റ്സ് ആണ്. ഇവർ പ്രതികരിക്കുന്നില്ല. ഉന്നത വിദ്യാഭ്യാസ മേഖല സമാനതകളില്ലാത്ത തരത്തിലുള്ള പ്രതിസന്ധി നേരിടുന്നു എന്ന് പറയുമ്പോൾ തന്നെ ഞാൻ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു, 42% വിദ്യാർത്ഥികളാണ് ഇപ്പോൾ അന്യ സംസ്ഥാനത്തേക്ക് +2-ന് ശേഷം ഉപരിപഠനത്തിനായി പോകുന്ന സാഹചര്യം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. UK-യിലും ജർമ്മനിയിലേക്കുമൊക്കെ ഉന്നത വിദ്യാഭ്യാസ രംഗത്തേക്ക് വിദ്യാർത്ഥികൾ ചുവടുവെക്കുമ്പോ കേരളത്തിന് വെളിയിലേക്ക് കേരളത്തിന്റെ പ്രതീക്ഷയായ വിദ്യാർത്ഥികൾ പോകുമ്പോ എന്തുകൊണ്ട് അതിന് കാരണക്കാരായി എന്ന് ചോദിച്ചാൽ 42% വിദ്യാർത്ഥികൾ എന്തുകൊണ്ട് അന്യ സംസ്ഥാനത്തേക്കും മറ്റു രാജ്യങ്ങളിലേക്കും കുടിയേറുന്നു എന്ന് ചോദിച്ചാൽ നിസ്സംശയം പറയാം, ഇത് ഉന്നത വിദ്യാഭ്യാസ മേഖല സമാനതകളില്ലാത്ത തരത്തിലുള്ള പ്രതിസന്ധി നേരിട്ടുകൊണ്ടിരിക്കുന്നു എന്നതിന്റെ തെളിവാണ്. ഈ വിഷയത്തെ പറ്റി SFIക്ക് യാതൊരു തരത്തിലുമുള്ള കമന്റ്സ് ഇല്ല. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇന്നലെ KSU ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയുടെ വസതിയിലേക്ക് മാർച്ച് നടത്തുന്ന സാഹചര്യം അടക്കമുണ്ടായിരുന്നു. ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയെ
വിവിധ ജില്ലകളിൽ ശക്തമായ പ്രതിഷേധത്തിന്റെ ഭാഗമായി കരിങ്കോട് പ്രതിഷേധമടക്കം ഉന്നത വിദ്യാഭ്യാസ മന്ത്രിക്ക് KSUവിന്റെ ഭാഗത്ത് നിന്ന് നേരിടേണ്ട ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ഇവിടെ പ്രത്യേകമായി രോഹിണി ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളത് കീം വിഷയത്തിൽ ഉൾപ്പെടെ ഇവിടെ SFIക്ക് പ്രതികരിക്കാൻ സമയമില്ല. മറ്റൊരു വിദ്യാർത്ഥി സംഘടനയും ഈ വിഷയങ്ങൾ അഡ്രസ് ചെയ്യാൻ തയ്യാറാവുന്നില്ല എന്നുള്ളത് ഗുരുതരമായ പ്രശ്നമായി നിലനിൽക്കുമ്പോൾ തന്നെ തിരിച്ച് കാലടി സർവകലാശാലയിലെ വിഷയത്തിലേക്ക് കടന്നു വന്നാൽ ഈ വിദ്യാർത്ഥികൾക്കെതിരെയുള്ള സർക്കുലർ ഞാൻ മുൻപ് സൂചിപ്പിച്ചു, ആ സർക്കുലറിനോട് ഈ സിൻഡിക്കേറ്റ് ഇറക്കിയ സർക്കുലറിനോട് പൂർണ്ണമായും യോജിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യമൊന്നുമല്ല. അത് വിദ്യാർത്ഥി വിരുദ്ധ സർക്കുലർ തന്നെയാണ്, വിദ്യാർത്ഥികൾക്ക് എതിരായിട്ടുള്ള സർക്കുലറാണ്. ആ വിഷയത്തിൽ SFI പക്ഷേ ഒരു ഇരട്ടത്താപ്പ് നയവുമായി ഡബിൾ ഗെയിമാണ് അവിടെ നടത്തുന്നത് എന്നുള്ള കാര്യത്തിൽ യാതൊരു വിധത്തിലുമുള്ള സംശയമില്ല. KSU ഞാൻ മുൻപ് സൂചിപ്പിച്ചു, ഇന്ന് സർവകലാശാലയിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തി. പക്ഷേ ദിവസങ്ങൾക്ക് മുൻപ് KSUവിന്റെ ജില്ലാ വൈസ് പ്രസിഡന്റ് ആയിട്ടുള്ള ആ ക്യാമ്പസിലെ വിദ്യാർത്ഥിയായിട്ടുള്ള അൻസൻ K ജോയി അടക്കമുള്ള KSU നേതാക്കന്മാർ VCക്ക് കത്ത് നൽകുകയാണ്. VC പക്ഷേ ഇതുവരെ ആ KSU നേതാക്കളെ ചർച്ചയ്ക്ക് വിളിക്കാൻ സർവകലാശാലകളുടെ പരിമിതികളെ കുറിച്ച്, സർവകലാശാല നേരിടുന്ന പ്രതിസന്ധികളെ കുറിച്ച് നിരവധി വിഷയങ്ങൾ ചൂണ്ടിക്കാണിക്കാൻ വേണ്ടി ഇത്തരത്തിൽ കത്ത് നൽകിയപ്പോ, പരാതി നൽകിയപ്പോ ആ വിദ്യാർത്ഥികളെ ഒന്ന് കേൾക്കാൻ പോലും ആ സർവകലാശാല വൈസ് ചാൻസലർ തയ്യാറായിട്ടില്ല എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നമാണ്. ആ സർക്കുലർ പൂർണ്ണമായി പിൻവലിക്കേണ്ടതായിട്ടുണ്ട്. പക്ഷേ SFI ഈ വിഷയത്തിൽ എത്രത്തോളം ആത്മാർത്ഥപൂർണമായ നിലപാട് സ്വീകരിക്കുന്നു എന്നുള്ളത് ഏറ്റവും പ്രസക്തമാണ്. കണ്ണിൽ പൊടിയിട്ട് ഇരുട്ടാക്കാനാണ് ഇവർ എല്ലാ കാലത്തും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനെതിരെ ശക്തമായ പ്രതിഷേധം ഉയർന്നു വരേണ്ട ഒരു സാഹചര്യം ഉണ്ടാവേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ടാണല്ലോ SFI ചില കാര്യങ്ങളിൽ മാത്രം അവരുടെ പ്രതികരണം നടത്തുന്നത്. എന്ന് മാത്രമല്ല, ഈ സർക്കുലർ വന്നതിന് ശേഷം VC അസഭ്യം പറഞ്ഞുകൊണ്ടുള്ള ആ ബാനർ അവിടെ കെട്ടുകയുണ്ടായി. അത് വായിക്കാൻ പോലും നമുക്ക് ഈ അവസരത്തിൽ സാധിക്കില്ല. അത്രമാത്രം അപഹാസ്യമായ അശ്ലീലമായ കാര്യങ്ങളാണ് എന്നുള്ളത്. KS അരുൺകുമാറിനോട് ഒരു പ്രതികരണം ഈ വിഷയത്തിൽ നടത്തണം എന്ന് പറയാൻ തയ്യാറാവണം. കാരണം അദ്ദേഹം അടക്കമുള്ള ഉപസമിതിയാണ്, അദ്ദേഹം നേതൃത്വം നൽകുന്ന ഉപസമിതിയാണ് പൂർണ്ണമായി വിദ്യാർത്ഥി വിരുദ്ധ നിലപാട് സ്വീകരിക്കുന്ന ഈ സർക്കുലർ പുറത്തിറക്കിയത് എന്നുള്ള കാര്യം പരിശോധിക്കാം. നമ്മൾ ഇത്തരം വിഷയങ്ങളിൽ ഈ വിദ്യാർത്ഥി സംഘടനയൊക്കെ സമീപിക്കുമ്പോൾ അവർ ഇതിനോട് പ്രതികരിക്കില്ല, അവർ ചർച്ചയിൽ പങ്കെടുക്കില്ല, വരില്ല. ഇടതുപക്ഷത്തിന്റെ പ്രതിനിധി തന്നെ വരും എന്ന് അറിയിച്ചിരുന്നു. പക്ഷേ ഇതുവരെ അദ്ദേഹത്തെ ചർച്ചയിൽ കണ്ടതും ഇല്ല.